സുഹൃത്തുക്കളെ, അപ്പൊ ഇലക്ഷനൊക്കെ തീർന്ന് ഇനി 5 വർഷം വരെ ഒരു പണിയുമില്ല. അപ്പൊ ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വർഗീയത പറഞ്ഞ് ആളുകളെ തമ്മിലടിക്കാനുള്ള വിഷയങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരണം. അപ്പൊ ആരാണെന്നില്ല നിങ്ങൾ ഒരു ശശികല ടീച്ചറെ പരിഹസിക്കുന്നുണ്ട്. എന്റെ സുലാപ്പികളെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത്? അമ്പലങ്ങളിൽ നിങ്ങളാണ് പറഞ്ഞത് പാട്ട് വേണ്ട എന്നുള്ളത്. അപ്പൊ ഞങ്ങളും പറയുന്നു നിങ്ങളെ ഈ പള്ളികളിൽ ബാങ്ക് വിളിയും വേണ്ട എന്നുള്ളത്. അത് ന്യായമായ. അപ്പോൾ ഇതാ നമ്മുടെ അമ്മായി വന്നിട്ടുണ്ട്. അമ്മായി ഇലക്ഷനൊക്കെ നേരിട്ടു. അപ്പോൾ ഇലക്ഷനിലൊക്കെ നിൽക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളോട്, അവിടെ എല്ലാ മതക്കാരും ഉണ്ടല്ലോ, എല്ലാ മതക്കാരോടും ഉണ്ടായല്ലോ. അപ്പോൾ ആ മതക്കാരോടൊക്കെ പോയി പറയുന്നത് എങ്ങനെ, കുഞ്ഞു നിന്നുകൊണ്ട് പ്രിയ വോട്ടർമാരെ, ദയവ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. എനിക്ക് ജാതിയില്ല, മതമില്ല, ഞാൻ എല്ലാവരെയും ഒരേപോലെ. കാരണം ജനാധിപത്യമാണല്ലോ. ജനാധിപത്യമാകുമ്പോൾ തീർച്ചയായിട്ടും ജനപ്രതി എന്ന നിലയ്ക്ക് എല്ലാവരും ഒരേപോലെ കാണണമല്ലോ. അപ്പോൾ ഇവർ നിൽക്കുന്ന ആ സ്ഥാനാർത്ഥി, ആ സ്ഥലത്ത് എല്ലാ മതക്കാരും ഉണ്ടാവില്ല, എല്ലാ മതക്കാരും വോട്ട് വേണമല്ലോ. അപ്പോൾ അങ്ങനെ തൊഴുതുകൊണ്ട് പറയാണ്, നിങ്ങളെല്ലാം ഞാൻ ഒരേപോലെ തന്നെ നോക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് തൊഴുത ആള് ഇതാ ഇലക്ഷനിൽ 8 നിലയിൽ പൊട്ടിയപ്പോൾ തിരിച്ച് അതിശക്തമായിട്ട് വന്നിരിക്കുന്നു. എടാ സുഡാപ്പിയാണ്, നിങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞ് ഇങ്ങനെയല്ല പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ തീറ്റട്ട് കൊടുക്കുന്ന രീതിയിലും അതേപോലെ തന്നെ ചില മുസ്ലിം സംഘടനകളുടെ ജാഥകൾ പോകുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു സംഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട്, വെല്ലുവിളികളൊക്കെ. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം അത് ഏത് വ്യക്തികളാണോ ചെയ്യുന്നത് ആ വ്യക്തികൾക്ക് മാത്രമാണ് ബാധകം. എന്നെ പോലെയുള്ള സാധാരണ ഒരു മുസ്ലിങ്ങൾക്ക് ഇതൊന്നും ബാധിക്കേണ്ട കാര്യമില്ല, അവരെ ആരും ഒന്നും പറയേണ്ട കാര്യവുമില്ല, മനസ്സിലായ. പക്ഷേ ഇവരുടെ വീഡിയോസിലൊക്കെ പലപ്പോഴും എല്ലാ മുസ്ലിങ്ങളെയും അപകടത്തിൽ കൊണ്ട് നിർത്തുന്ന രീതിയിൽ, ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനെതിരെ യാണ് ഈ മുസ്ലിങ്ങൾ നിൽക്കുന്നുള്ളത് വരുത്തുന്ന രീതിയിലാണ് ഇവരെ പോലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർ പ്രതികരിച്ചു വരുന്നത്. അല്ലാതെ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് പല വീഡിയോസിൽ ഇവർ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് വിളിയിൽ നിന്ന് കേൾക്കുമ്പോൾ പൊതുവേ എല്ലാ മുസ്ലിങ്ങളുടെയും ഒരു ആരാധനയാണ് ആ സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ അങ്ങനെ പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളുടെയും ഒരു അഭിപ്രായമാണെന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ അവതരിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു വ്യക്തി അത് ഇപ്പം നമ്മൾ ഇവിടെ തന്നെ എടുത്ത് നോക്കിക്കോളൂ. ഇവളുടെയും ഇവരുടെ സംഘടനകളും പറയുന്നത് ഇതുപോലെ ബാങ്ക് വിളി പറ്റൂല എന്ന് പറയുന്നത് ഇവരുടെ മാത്രം അഭിപ്രായമാണ്. ഇത് എല്ലാ ഹൈന്ദവരുടെയും അഭിപ്രായമല്ല, ഇവരുടെ അഭിപ്രായമാണ്. അപ്പോൾ ഇവർക്കുള്ള ഒരു പ്രതികരണമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വെല്ലുവിളിച്ചുകൊണ്ട് ജാഥ പോകുന്നതല്ല അവരുടെ മാത്രം. അതിപ്പോൾ 100 ആളാണെങ്കിൽ 100 മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ 200 ആണെങ്കിൽ 200, എല്ലാ മുസ്ലിങ്ങളും അതിൽ പെടില്ല. എല്ലാവരെയും പെടുത്തരുത്. ഇതാണ് നമുക്ക് ആദ്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ വിഷം തുപ്പുന്ന അമ്മായി വന്നിട്ടുണ്ട്, 8 നിലയിൽ പൊട്ടിയിട്ട്. ഇനി 5 വർഷം ഇതുപോലെയുള്ള പ്രതികരണം പല സ്ഥലത്തും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നല്ല വമ്പി ഭൂരിപക്ഷത്തിന് ജയിച്ചില്ലേ, അതുപോലെ പല സ്ഥലത്തും ജയിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്ന ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളുടെയും വീട്ടിൽ പോയിട്ട് എല്ലാ മുസ്ലിങ്ങൾക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ പ്രസ്ഥാനം മുസ്ലിങ്ങൾക്ക് എതിരല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുന്നത്, അല്ലേ? പക്ഷെ ഇവരുടെ ഇതുപോലെയുള്ള ഇലക്ഷൻ നേരിടുന്ന നേതാക്കന്മാർ വെക്കുന്ന സംഭാഷണങ്ങളും പറയുന്ന സംഭാഷണങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളത്. എന്തായാലും ഈ വിഷജന്തുവിനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. നോക്കാം നമുക്ക് പണ്ഡിതന്മാർ ഏതൊക്കെ രീതിയിലാണ് ഇവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ജനപ്രതിനിധിയായിട്ടാണ് ഈ രീതിയിലൊക്കെ പറയുന്നത്. എന്തായാലും ഈ പാർട്ടിക്ക് കുറച്ച് നല്ല ആളുകളെ, കുറച്ച് നല്ല രീതിയിലുള്ള മനുഷ്യരെ, എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ഒരു നേതാവാക്കാൻ പോലും കിട്ടിയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടിയില്ലേ? പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക.